Hi all. So, welcome back to yet another video of Nerishe with Anwind. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ എത്ര കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, എത്ര പ്രോട്ടീൻ കഴിക്കണം, എത്ര ഫാറ്റ് കഴിക്കണം, ഇതൊക്കെ ഏതെല്ലാം ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്, ഇതൊക്കെ നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നത്, അതായത് ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് മാക്രോ ന്യൂട്രിയൻ്റ് ആയ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി നോക്കാം. സോ അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു ആവറേജ് 65 കിലോ ഭാരമുള്ള ഒരു പുരുഷനാണെങ്കിൽ അയാൾക്ക് ഏകദേശം 130 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് വേണ്ടത്. അതുപോലെ 54 ഗ്രാം പ്രോട്ടീനും 20 ഗ്രാം ഫാറ്റുമാണ് വേണ്ടത്. ഇനി അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ച്, അതായത് അയാളുടെ ഒരു ദിവസത്തെ വർക്കിനനുസരിച്ചിരിക്കും ഇതിന്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ. ഇതെല്ലാം അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ്. ഇനി നമുക്ക് സ്ത്രീകളുടെ മെഷർമെന്റിലേക്ക് കിടക്കാം. ഏകദേശം 55 കിലോ ഭാരമുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്കും 130 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് വേണ്ടത്. പ്രോട്ടീൻ 45.7 ഗ്രാം ആണ് അവർക്ക് ആവശ്യമായിട്ട് വരിക. ഫാറ്റും 20 ഗ്രാം തന്നെയാണ് വേണ്ടത്. ഇനി പ്രഗ്നൻസിനാണെന്നുണ്ടെങ്കിൽ 55 കിലോ പ്ലസ് 10 കിലോ ഭാരം കൂടെ അവർക്ക് അഡീഷണൽ ആയി വരും പോകെ. അപ്പോൾ അവർക്ക് 175 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആവശ്യം വരിക. അതുപോലെ നമ്മൾ പ്രഗ്നൻസി പീരീഡിനെ 3 ട്രിമസ്റ്റേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രിമസ്റ്റർ, സെക്കൻഡ് ട്രിമസ്റ്റർ ആൻഡ് തേർഡ് ട്രിമസ്റ്റർ. സോ സെക്കൻഡ് ട്രിമസ്റ്ററിൽ നമ്മൾ നോർമൽ കഴിക്കുന്ന പ്രോട്ടീന്റെ കൂടെ, അതായത് 45.7 ഗ്രാം പ്രോട്ടീനിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 9.5 ഗ്രാം പ്രോട്ടീൻ കൂടെ അവര് ഇൻടേക്ക് എടുക്കണം. അത്ര പ്രോട്ടീൻ കൂടെ അവർക്ക് കൂടുതൽ ആവശ്യമാണ്. ഇനി തേർഡ് ട്രിമസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ 45.7 ഗ്രാം പ്രോട്ടീനിന്റെ കൂടെ 22 ഗ്രാം പ്രോട്ടീൻ അവർക്ക് അഡീഷണലി ആവശ്യമായിട്ട് വരും. ഫാറ്റിന്റെ അളവെല്ലാം സെയിം തന്നെയാണ് ഇവർക്ക് വരുന്നത്. ഇനി ലാക്ടേറ്റിംഗ് പീരീഡിലാണെങ്കിൽ, അതായത് മുലയൂട്ടുന്ന സമയത്താണെങ്കിൽ ആദ്യത്തെ 6 മാസം 200 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ 16.9 ഗ്രാം അഡീഷണൽ പ്രോട്ടീൻ ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നു. ഇനി പിന്നത്തെ 7 മാസം മുതൽ 12ാമത്തെ മാസം വരെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് സെയിം തന്നെയാണ് ഇവർക്ക് വേണ്ടത്. അവിടെ പ്രോട്ടീൻ 13.2 ഗ്രാം അഡീഷണലി നമ്മൾ കൊടുക്കണം. ഫാറ്റും 20 ഗ്രാം തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷൻസിലേക്ക് കടക്കാം. അവരെല്ലാം ഏതെല്ലാം രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫൈബറും പ്രൊവൈഡ് ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒരു പ്രോട്ടീൻ സ്പെയറിംഗ് എഫക്റ്റ് കൂടെ നൽകുന്നു. അടുത്തത് പ്രോട്ടീനിന്റെ ഫങ്ഷൻസിലേക്ക് കടക്കാം. പ്രോട്ടീൻ ഹെൽപ്സ് ഫോർ അവർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ്. നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും പ്രോട്ടീൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എൻസൈംസും ക്യാരിയേഴ്സുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഊർജവും നൽകുന്നു. അടുത്തത് ഫാറ്റ് അഥവാ കൊഴുപ്പ് നമുക്ക് എനർജി സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്സിനെ പൊതുവെ നമ്മൾ ഫ്യൂവൽ സോഴ്സ് ഓഫ് അവർ ബോഡി എന്നാണ് വിശേഷിപ്പിക്കാറ്. നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജ സ്രോതസ് എന്നാണ് പറയാറ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ മതിയായ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് ഇല്ല എന്ന് കാണുമ്പോൾ ഫാറ്റ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന് പകരമായിട്ട് ഊർജ സ്രോതസ്സായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മുടെ ബോഡിലി ഫങ്ഷൻസിന് ഫാറ്റ്സ് എസെൻഷ്യൽ ആണ്. അതായത് നമ്മുടെ വളർച്ചയ്ക്ക്, അതുപോലെ നമുക്കുണ്ടാകുന്ന ഓരോ ഡെവലപ്മെന്റ്സിന്, പിന്നെ നമ്മളുടെ സെൽഫ് ഫങ്ഷൻസിന്, നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് ഫാറ്റ് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ, താപനില മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഫാറ്റ് സഹായിക്കുന്നു. A, D, E, K എന്നീ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിന്റെ അബ്സോർപ്ഷൻ ആയിട്ട് സഹായിക്കുന്നു. ഇവയെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തത് നമുക്ക് ഫുഡ് സോഴ്സസിലേക്ക് കടക്കാം. ഫസ്റ്റ് മാക്രോ ന്യൂട്രിയന്റ് ആയ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫുഡ് സോഴ്സസ് ഏതൊക്കെയാണെന്ന്, എന്തൊക്കെ ഭക്ഷണങ്ങളിൽ നിന്നാണ് അത് ലഭിക്കുന്നതെന്ന് നോക്കാം. ഹോൾ ഗ്രെയിൻസിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് ലഭിക്കുന്നു. അതായത് ബ്രൗൺ റൈസ്, ഓട്സ്, ക്യൂൻവ, ബാർലി, ഹോൾ വീറ്റ് ബ്രെഡ്, അതുപോലെ പാസ്ത. പിന്നെ ഫ്രൂട്ട്സിൽ നിന്നും ലഭിക്കുന്നു. അതായത് പഴം, ആപ്പിൾ, ഓറഞ്ച്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെറീസ്, അതായത് സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി. പിന്നെ മുന്തിരിയിൽ നിന്നും ലഭിക്കുന്നു. ഏതൊക്കെ വെജിറ്റബിൾസിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം.
കിഴങ്ങ്, മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ, കോണ്, പീസ്, ബീട്രൂട്ട് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നു. അതുപോലെ ലെഗ്യൂംസ് ആൻഡ് ബീൻസിൽ നിന്നും ലഭിക്കുന്നു. അതായത് ചിക്ക് പീസ്, ബ്ലാക്ക് ബീൻസ്, കിഡ്നി ബീൻസ്. ഇനി നമുക്ക് ഡയറി പ്രൊഡക്ട്സ് നോക്കാം. മിൽക്ക്, യോഗേർട്ട്, അതുപോലെ ചീസ്. പിന്നെ വൈറ്റ് ബ്രെഡ്, പാസ്ട്രീസ്, ഷുഗറി സിറിയൽസ്. ഇനി നമുക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് നോക്കാം. കാഷ്യൂ, ചെസ്നട്ട്സ്, സൺഫ്ലവർ സീഡ്സ്. ഇനി നമുക്ക് പ്രോട്ടീൻസിന്റെ ഫുഡ് സോഴ്സസിലേക്ക് കിടക്കാം. നമുക്ക് മീറ്റ്സിൽ നിന്ന് ലഭിക്കുന്നു. അതായത് ചിക്കൻ, ടർക്കി, ബീഫ്, ലാംബ്, പോർക്ക്. ഇനി നമുക്ക് ഏതൊക്കെ മീനുകളിൽ നിന്നാണെന്ന് നോക്കാം. സാൽമൺ, ട്യൂണ, മാക്കറൽ, ശ്രിമ്പ്, ക്രാബ്, അതുപോലെ മുട്ട, പാല് ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്നു. പ്ലാന്റ്സിൽ നിന്നും ലഭിക്കുന്നു. അതായത് ലെന്റിൽസ്, ചിക്ക് പീസ്, ബ്ലാക്ക് ബീൻസ്, കിഡ്നി ബീൻസ്, സോയ് ബീൻസ്, അതുപോലെ ആൽമണ്ട്സ്, വാൾനട്ട്സ്, പീനട്ട്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, അതുപോലെ ക്യൂൻവ, ഫെറോ, ബൾഗർ വീറ്റ്, ഓട്സ്, പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സും. ഇനി നമുക്ക് ഫാറ്റിന്റെ ഫുഡ് സോഴ്സസ് നോക്കാം. നമുക്ക് വിവിധ തരം ഓയിൽസിൽ നിന്ന് ലഭിക്കുന്നു. അതായത് ഒലീവ് ഓയിൽ, അവോക്കാഡോ ഓയിൽ, കനോല ഓയിൽ, ആൽമണ്ട്സ്, കാഷ്യൂസ്, ഹേസൽ നട്ട്സ്, മക്കാഡാമിയ നട്ട്സ്, സെസൈം സീഡ്സ്, പംകിൻ സീഡ്സ്, അതുപോലെ അവോക്കാഡോ. ഇനി ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ ഫുഡ് സോഴ്സസ് നോക്കാം. ഇതും ഒരു തരം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് തന്നെയാണ്. ഫാറ്റ്സ് നമ്മൾ ശരിക്കും 2-3 തരങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒമേഗ 3 ഫിഷസ് ആയ സാൽമൺ, മക്കാറൽ, ട്യൂണ, അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, വാൾനട്ട്സ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക. അതിലും നമ്മൾ ഡെയിലി ഇതുപോലെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.